നമസ്കാരം ഏവർക്കും മയാസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വേദജ്യോതിഷത്തിലുണ്ടല്ലോ, ദേവഗുരു വ്യാഴവും ചന്ദ്രനും തമ്മിൽ അനുകൂലമായ ബന്ധം രൂപപ്പെടുമ്പോഴാണ് ഗജകേസരി രാജയോഗം ഉണ്ടാകുന്നത്. ഇത് വളരെ ശക്തവും ശുഭകരവുമായ യോഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ബഹുമാനവും വിജയവും സാമ്പത്തിക പുരോഗതിയും നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ പഞ്ചാംഗ പ്രകാരം മാർച്ച് 26-ന് വ്യാഴവും ചന്ദ്രനും ഒരേ രാശിയിൽ ഒന്നിക്കുന്നതിലൂടെയുണ്ടല്ലോ ഈ ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നത്. ഇപ്പോൾ വ്യാഴം മിഥുന രാശിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. മാർച്ച് 26, അതായത് 2026 മാർച്ച് 26-ന് ചന്ദ്രനും അതേ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോ ഈ യോഗത്തിന്റെ സ്വാധീനം എല്ലാ രാശികളിലും ഉണ്ടാകുമെങ്കിലും മിഥുനം, ചിങ്ങം, കന്നി രാശികളിൽ ജനിച്ചവർക്കുണ്ടല്ലോ ഇത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഈ സമയത്ത് മനസ്സ് സന്തോഷകരമാവുകയും ചിലർക്ക് വാഹനമോ വിലയേറിയ വസ്തുക്കളോ സ്വന്തമാക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് ഗജകേസരി രാജയോഗം എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം ചന്ദ്രനിൽ നിന്ന് കേന്ദ്രസ്ഥാനങ്ങളിലായ 1, 4, 7, 10 ഭാവങ്ങളിൽ വരുമ്പോഴാണ് ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നത്. ചില അവസരങ്ങളിൽ നോക്കുകയാണെങ്കിൽ വ്യാഴവും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുമ്പോഴും ഈ യോഗം ഉണ്ടാകാറുണ്ട്. ഈ യോഗത്തിന്റെ പേരിന് തന്നെ പ്രത്യേകമായ അർത്ഥം തന്നെയുണ്ട്. ഗജം എന്നത് ആനയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സമൃദ്ധിയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. കേസരി എന്നത് സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. കേസരി എന്ന് പറയുമ്പോൾ ശക്തിയുടെയും അതുപോലെ തന്നെ നേതൃഗുണത്തിന്റെ അടയാളമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതിനാൽ ഈ രാജയോഗം ജ്ഞാനം, ബഹുമാനം, വിജയം എന്നിവ നൽകുന്ന ശക്തമായ യോഗമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. 12 രാശികളില് എല്ലാവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കും, ചിലർക്ക് ലഭിക്കില്ല. പക്ഷെ കൂടുതലായിട്ട് അനുകൂല ഫലം ലഭിക്കാൻ പോകുന്ന ഭാഗ്യരാശികള് ചിങ്ങം, അതുപോലെ തന്നെ കന്നി, മിഥുനം. ഈ രാശിക്കാരും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും. നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മിഥുന രാശിയാണ് നോക്കുന്നത്. മിഥുന രാശിക്കാർക്കുണ്ടല്ലോ ഈ ഗജകേസരി രാജയോഗം ഏറെ ഗുണപരമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലഗ്നഭാവത്തിൽ തന്നെ ഈ യോഗം രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക നിലയിലും വ്യക്തമായ പുരോഗതി സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലയളവിൽ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള ഒരു സാധ്യതയും തുറന്നു കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയോ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നേടാനുള്ള അവസരങ്ങളും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങളും അതുപോലെ തന്നെ കരാറുകളും അനുകൂലമായിട്ട് മാറുന്നുണ്ട്. കൂടാതെ സാമ്പത്തിക ബഹുമാനവും സ്വാധീനവുമുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈ ഗജകേസരി രാജയോഗം അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ 11-ാം ഭാവത്തിൽ ഈ യോഗം രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ വരുമാനവും ലാഭവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമം അംഗീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് നല്ലൊരു സമയം തന്നെയാണ്. സർക്കാർ അല്ലെങ്കിൽ ഭരണപരമായ മേഖലകളിൽ വിജയം നേടാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുകയും പെട്ടെന്നുള്ള ധനലാഭത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എങ്കിലും നിക്ഷേപങ്ങളിൽ നിങ്ങൾ ഒരു ഇച്ചിരി ജാഗ്രത പാലിക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ഈ ഗജകേസരി രാജയോഗം ഉണ്ടല്ലോ കരിയറിലെ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ 10-ാം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്, ജോലി മേഖലകളിൽ പുരോഗതിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏറെ നാളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ അവസരങ്ങൾ മുന്നിലെത്തുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടല്ലോ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും.
ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ബിസിനസ്സിലുള്ളവർക്ക് വളർച്ച അനുഭവപ്പെടുകയും അതുപോലെ തന്നെ കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങളുടെ ഒരു മാന്യതയും അംഗീകാരവും ഒക്കെ ഉയരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഗജകേസരി രാജയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ അധ്യായം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.